അമേരിക്കൻ B-2 ബോംബറുകൾ ബോംബിടുന്നതിന് തൊട്ടു മുമ്പ് 400 കിലോ സമ്പുഷ്ട യുറേനിയം ഇറാൻ മാറ്റിയത് എങ്ങോട്ടാണ്? ഇതിനുള്ള ഉത്തരം അമേരിക്കക്കും ഇസ്രായേലിനും ഒരുപോലെ അങ്കലാപ്പ് സൃഷ്ടിക്കുകയാണ്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിന് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ 30,000 പൗണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് അമേരിക്ക വർഷിച്ചത്. ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയെന്ന കാര്യം ആണവ വിദഗ്ധർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ ഇത് മാറ്റിയത് കൂക്തി കൊളാൻ ഗാസ്ല അഥവാ പിക്കാക്സ് പർവ്വതത്തിന്റെ ആഴങ്ങളിലേക്കാണെന്നാണ് പുതിയ റിപ്പോർട്ട്. ഫോർദോവിൽ നിന്ന് ഏകദേശം 145 കിലോമീറ്റർ തെക്കും മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയായ നതാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയുമുള്ള പിക്കാക്സ് പർവ്വതത്തിലേക്ക് ഇറാൻ ആഴത്തിൽ നിർമ്മാണം നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇറാൻ രഹസ്യമായി സൈറ്റ് വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 പ്ലാനറ്റ് ലാബ്സ് PDCയിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും വിശകലനം ചെയ്ത ശേഷം ഇറാൻ പിക്കാക്സ് പർവ്വതത്തിലേക്ക് തുരങ്കങ്ങൾ കുഴിക്കുന്നതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. നതാൻസിന് ചുറ്റുമുള്ള പർവ്വത നിരകളിലെ ഒരു കൊടുമുടിയായ പിക്കാക്സിന് 5000 അടിയിലധികം ഉയരമുണ്ട്. അമേരിക്ക തകർത്തുവെന്ന് അവകാശപ്പെടുന്ന ഫോർദോ ഭൂമിക്കടിയിൽ 60 മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ പിക്കാക്സ് പർവ്വതത്തിന് താഴെയുള്ള ഇറാന്റെ പുതിയ ആണവ നിലയം 100 മീറ്റർ താഴ്ചയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ശരിയാണെങ്കിൽ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് ഇനി ഇറാൻ ആണവ പദ്ധതിയെ തൊടാൻ കഴിയില്ല. 2009 ഇറാൻ രഹസ്യമായി നിർമ്മിച്ച ഫോർദോ ആണവ കേന്ദ്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിവിധ ഇന്റലിജൻസ് ഗ്രൂപ്പുകൾ പുറം ലോകത്ത് എത്തിച്ചതോടെയാണ് 60 മീറ്റർ ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്ന GBU-57 ബോംബ് അമേരിക്ക നിർമ്മിച്ചത്. അതിനാൽ ഇറാൻ പുതുതായി നിർമ്മിക്കുന്ന ആണവ നിലയത്തിന്റെ ആഴം അമേരിക്കയെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പിക്കാക്സ് പർവ്വതത്തിലെ പദ്ധതിയുടെ വലുപ്പം കണക്കിലെടുക്കുമ്പോൾ ഇറാന് ഈ സൗകര്യം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ മാത്രമല്ല യുറേനിയം സമ്പുഷ്ടമാക്കാനും ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ കരുതുന്നു. അങ്ങനെയെങ്കിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് വേണം കരുതാൻ.